ഈ കഴിഞ്ഞ 13-ാം തീയതി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള 200-ലധികം ഫൈറ്റർ ജെറ്റുകളും മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയെന്നും ഉടനടി ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ വലിയൊരു റിട്ടാലിയേഷൻ ഉണ്ടായി എന്നും അതിന്റെ ഭാഗമായി ഇസ്രായേൽ വീണ്ടും ഇറാനിൽ ആക്രമണം നടത്തിയെന്നും വീണ്ടും റിട്ടാലിയേഷൻ ഉണ്ടായി എന്നുള്ള വാർത്തകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ഇടയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുടെയും ശക്തി വളരെ കൂടുതലാണ് എന്ന് നമുക്ക് കാണാം. മാത്രമല്ല റിട്ടാലിയേഷനൊക്കെ ഉടനടി ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ഇടയിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുന്നത്? മാത്രമല്ല ഈ ഒരു അവസരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ അല്ലെങ്കിൽ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾക്കെതിരെയാണ് വ്യക്തമായിട്ടുള്ളൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാം. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാകുന്നത്? ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായി ഭാവിയിൽ നമുക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കാം? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ ഈ ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും ഭാഗമായിട്ട് എന്തെല്ലാം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ജൂൺ 13-ാം തീയതി രാത്രി 3:30-ക്കാണ് ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ആദ്യത്തെ ചില എക്സ്പ്ലോഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്നും വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ വ്യോമാക്രമണം ഇറാൻ്റെ മണ്ണിലുണ്ടാവുകയാണ്. എന്നാൽ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഈ ടെഹ്റാൻ്റെ ഏകദേശം 200 കിലോമീറ്റർ തെക്കോട്ട് മാറിയിട്ടുള്ള നതാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. പലരും വലിയ ആശങ്കയോടുകൂടിയാണ് ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയിലുള്ള അറ്റാക്കിനെ നോക്കിക്കണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത്തരത്തിലുള്ള മിലിറ്ററി ന്യൂക്ലിയർ ഫെസിലിറ്റികൾക്ക് പുറമെ മിലിറ്ററി ലീഡേഴ്സിനെതിരെയും അതുപോലെ തന്നെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾക്കെതിരെയും ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അല്ലെങ്കിൽ IRGCയുടെ തലവനായിട്ടുള്ള ഹൊസൈൻ സലാമി, അതുപോലെ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടുള്ള മുഹമ്മദ് ബഗേരി, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആർമിയുടെ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കമാൻഡർ, അതുപോലെ IRGCയുടെ എയറോസ്പേസ് ഫോഴ്സിൻ്റെ കമാൻഡർ, ഇങ്ങനെയുള്ള ഉന്നത പദവിയിലിരിക്കുന്ന മിലിറ്ററി ലീഡേഴ്സിനെതിരെ ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് ഉണ്ടാകുന്നു. ഇതിനു പുറമെ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾക്കെതിരെയും ആക്രമണങ്ങൾ ഉണ്ടാവുകയും അവരെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി ഇവിടെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സുകൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു അവകാശവാദം എന്ന് പറയുന്നത് ഈ ഫൈറ്റർ ജെറ്റുകൾ ഈ ഇറാന് വെളിയിൽ നിന്നും വന്നിട്ടാണ് ഇറാനെ അറ്റാക്ക് ചെയ്തത് എങ്കിൽ ഡ്രോണുകൾ കൊണ്ടുള്ള അറ്റാക്ക് അല്ലെങ്കിൽ ഈ ഡ്രോണുകൾ ലോഞ്ച് ചെയ്തത് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ മൊസാദ് പോലെയുള്ള സംഘടനകൾ കൃത്യമായി ഇങ്ങോട്ടേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയും അവരുടെ ടാർഗറ്റുകളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്സ് നടത്തിയത് എന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിട്ടിട്ടുള്ള ഈ ആക്രമണം ഇറാൻ്റെ ഈ അടുത്ത കാലത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ അവർ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഉടനടി ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ വലിയൊരു തിരിച്ചടി ഉണ്ടാവുകയാണ്. 200-ലധികം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലെ പല സ്ഥലങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിൽ ഭൂരിഭാഗം മിസൈലുകളെയും ഡ്രോണുകളെയും അവർക്ക് തടയാൻ സാധിച്ചുവെങ്കിലും അതിൽ കുറച്ചൊക്കെ ടെൽ അവീവ് പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ചില മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പതിക്കുകയും അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ ഇസ്രായേൽ വീണ്ടും അവർക്കെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുകയാണ്. ഇറാനിലെ ചില എണ്ണപ്പാടങ്ങൾക്കെതിരെ, മറ്റു ചില ന്യൂക്ലിയർ ഫെസിലിറ്റികൾക്കൊക്കെ എതിരെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ വീണ്ടും ഇറാൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഈ അടുത്ത് നടന്നിട്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത്? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു കാണാം. ഇറാനിലെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾക്കെതിരെയും അതുപോലെ തന്നെ അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞന്മാർക്കെതിരെയൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറാൻ പോകുന്നു, ഏത് നിമിഷവും ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുത്തേക്കാം മുതലായ കാര്യങ്ങൾ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്, ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് തന്നെ ഉണ്ടാകുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിനാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെയും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾക്കെതിരെയും ഒക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ അമേരിക്കയ്ക്കും ഒരു വലിയ പങ്കുണ്ട് എന്ന് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം.
ഇപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ കുറേ കാലമായിട്ട് അവർ ഈ ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. ആദ്യകാലത്ത് അതായത് ഷാ റജീമൊക്കെ ഇറാനിലുണ്ടായിരുന്ന കാലത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ട് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇറാൻ ഈ ന്യൂക്ലിയർ എനർജിയുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ സൈൻ ചെയ്യുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഈ NPT അല്ലെങ്കിൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അംഗമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഈ ആണവോർജ്ജം സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. വൈദ്യുതിയുടെ ഉൽപ്പാദനം, അതുപോലെ തന്നെ റിസർച്ച്, മെഡിക്കൽ ഫീൽഡിൻ്റെ ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു വെപ്പണൈസേഷനിലേക്ക് പോവുകയില്ല എന്ന് പറയും. അതുമാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEAയുടെ പലതരത്തിലുള്ള സ്ക്രൂട്ടനികൾക്കും അതുപോലെ തന്നെ ചെക്കിങ്ങുകൾക്കുമൊക്കെ അവർ വിധേയരാവുകയും ഇവരുടെ ഈ ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡേറ്റയും ഇവരുമായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ഈ NPT അല്ലെങ്കിൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു 2006 ആയപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂക്ലിയർ എനർജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ന്യൂക്ലിയർ ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. യുറേനിയമാണ് ഭൂരിഭാഗ സമയങ്ങളിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യുറേനിയം നമുക്ക് നേരിട്ട് ഈ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെ എൻറിച്ച് ചെയ്യണം അല്ലെങ്കിൽ അതിനെ സമ്പുഷ്ടീകരണം നടത്തണം. അപ്പോൾ ഒരു 2006 ആയപ്പോഴത്തേക്കും ഇറാൻ അവരുടെ റിസർച്ചിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു 3.5% എൻറിച്ച്ഡ് യുറേനിയത്തിലേക്കൊക്കെ എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സേഫ് യൂസിനുള്ള ആ ഒരു എൻറിച്ച്മെൻറ്റ് ലെവലാണ് എന്ന് നമുക്ക് കാണാം. പവർ ജനറേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു എൻറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലുള്ള യുറേനിയമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ 2010 ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA പുറത്തുവിട്ടിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ഈ ഇറാനിലെ പല ഫെസിലിറ്റികളിലെയും യുറേനിയം 19% ആ ഒരു എൻറിച്ച്മെൻറ്റിലേക്കൊക്കെ എത്തുകയാണ്. അപ്പോൾ ഈ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 90% എൻറിച്ച്മെൻറ്റ് ലെവലൊക്കെ എത്തിച്ചേരുകയാണെങ്കിൽ അത് വെപ്പൺസ് ഗ്രേഡ് യുറേനിയമാണ്. അതായത് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആണവായുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇറാൻ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് ഇറാനെതിരെ ഉപരോധങ്ങൾ ഉണ്ടാവുകയാണ്, എക്കണോമിക് സാങ്ഷൻസ് ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ, അതായത് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയാൽ പലതരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2015 ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ഇറാനുമായിട്ട് ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ P5+1 അതായത് യുണൈറ്റഡ് നേഷൻസിലെ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് അമേരിക്ക, റഷ്യ, UK, ഫ്രാൻസ്, ചൈന, അവരോടൊപ്പം ജർമ്മനിയും കൂടി ചേർന്നിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഇറാനുമായിട്ട് നടത്തുന്നു. അങ്ങനെ 2015 അവസാനത്തോടു കൂടി ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ JCPOA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ അവരുടെ ആ ഒരു എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് 3.67% എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിൽ നിർത്തും. അതായത് പീസ്ഫുൾ യൂസിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. മാത്രമല്ല അവരുടെ കയ്യിലുള്ള എൻറിച്ച് യുറേനിയത്തിൻ്റെ ആ ഒരു സ്റ്റോക്ക് പൈൽ 300 കിലോഗ്രാം മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യും. ഇത്തരത്തിൽ ഈ പറഞ്ഞിട്ടുള്ള പീസ്ഫുൾ പർപ്പസിന് വേണ്ടി മാത്രമേ ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായി അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ, വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം ഇറാന് മേലെ ഏർപ്പെടുത്തിയിരുന്ന സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ എടുത്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെയാണ് JCPOA എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് ഏകദേശം സമാധാനപരമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഏകപക്ഷീയമായിട്ട് ഈ JCPOAയിൽ നിന്നും പിന്മാറുകയാണ്. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയോട് പിന്മാറരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറൊക്കെ ഇല്ലാതായതിൻ്റെ ഭാഗമായിട്ട് അവരവരുടെ പഴയ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നു. 2024 പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 60% എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ലെവലാണ്. അവിടെ നിന്നും 90%ലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ ഒരു രാജ്യം അച്ചീവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ അതിനെതിരെയുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇറാൻ ഏതെങ്കിലും രീതിയിൽ ഒരു ന്യൂക്ലിയർ പവറായി മാറിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് നേരിടുന്നത് ഇസ്രായേലാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാനിലെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള തയ്യാറെടുപ്പുകളും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. പക്ഷേ അതിനെ ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വരുന്നു. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് 2ാം ടേമിൽ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ലോകത്തിലെ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കും, ലോകം മുഴുവൻ സമാധാനം കൊണ്ടുവരും എന്നൊക്കെയാണ്. അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിലും സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല മാർഗ്ഗങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇറാനുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും മറ്റൊരു ന്യൂക്ലിയർ ഡീലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്.
അപ്പോൾ ഈ ചർച്ചകളുടെ ഭാഗമായി ട്രംപ് മുന്നോട്ട് വെച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത്, ഏപ്രിൽ 14 അദ്ദേഹം ഇറാന് മുന്നിൽ ഒരു ഡെഡ് ലൈൻ വെക്കുകയാണ്. 60 ദിവസത്തിനുള്ളിൽ ഒരു ന്യൂക്ലിയർ ഡീലിൽ എത്തിച്ചേരണം. അതായത് ജൂൺ 14 ഒരു ന്യൂക്ലിയർ ഡീലിൽ എത്തിച്ചേരണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആ ചർച്ചകളെല്ലാം പരാജയപ്പെടുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരു തരത്തിലുമുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റും ഇറാൻ്റെ ഉള്ളിൽ നടക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെക്കുകയാണ്. പുറത്തുനിന്ന് അക്വയർ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ, സ്വന്തമായിട്ട് എൻറിച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തെ ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് ഒരു ഡീലിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. 5 റൗണ്ട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നടന്നു കഴിഞ്ഞു. 6ാമത്തെ റൗണ്ട് ചർച്ച ജൂൺ 15 ഒമാനിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ജൂൺ 12 ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEAയുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ അവരുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെ 35 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു റെസൊല്യൂഷൻ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു റെസൊല്യൂഷനിൽ പറയുന്നത്, യുറേനിയം എൻറിച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്മെൻറ്റൊക്കെയായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവർ ഈ നോൺ പ്രോലിഫറേഷനെ ബ്രീച്ച് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് IAEA ഇറാനെതിരെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ഇത്തരത്തിലുള്ളൊരു അറ്റാക്ക് ഉണ്ടായത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇവിടെ പല പോസിബിലിറ്റീസ് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഇറാനും മറ്റൊരു രാജ്യവും തമ്മിൽ ഒരിക്കലും ഒരു ഡീലിലെത്താൻ ഇസ്രായേൽ സമ്മതിക്കുകയില്ല. എസ്പെഷ്യലി ഇറാനും അമേരിക്കയുടെയും ഇടയിൽ ഒരു ന്യൂക്ലിയർ ഡീലൊന്നും ഉണ്ടാകുന്നത് ഇസ്രായേലിന് അംഗീകരിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് ഇറാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇസ്രായേലിനൊരു ത്രെറ്റാണ് എന്നുള്ളതുകൊണ്ട് അതിനെ ഏതു വിധത്തിലും അവർ നേരിടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെയും ഇറാൻ്റെയും ഇടയിൽ ഒരു ചർച്ച നടക്കുന്ന അവസരത്തിൽ പോലും അതിനെ വകവയ്ക്കാതെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് പലരും പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുമുള്ള അറ്റാക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും ആ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ്, അതായത് ട്രംപിൻ്റെ നിർദ്ദേശത്തെ വകവയ്ക്കാതെയാണ് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടായത് എന്നാണ് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇനി ചില ആളുകൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അമേരിക്കയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഇറാൻ്റെയും അമേരിക്കയുടെയും ഇടയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ അറിവോടുകൂടി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്? ഇവിടെ പലരും പറയുന്നത് ഇത് അമേരിക്കയുടെ ഒരു തന്ത്രമാണ് എന്നാണ്. അതായത് ഇറാനെ ഒന്ന് പേടിപ്പിക്കുക, എത്രയും പെട്ടെന്ന് ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് എത്തിച്ചേർന്നില്ല എങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള അറ്റാക്കുകൾ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾക്കെതിരെ ഉണ്ടാകുമെന്നും അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം തകർന്നു പോകുമെന്ന് പേടിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡീലിലേക്ക് എത്തിക്കാനുള്ള അമേരിക്കയുടെ തന്ത്രമാണ് എന്നും ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ന്യൂക്ലിയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ഇടയിൽ പ്രശ്നമുണ്ടായതെന്ന് ചോദിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു പോസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, അത് ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അമേരിക്കയുടെയും ഇറാൻ്റെയും ഇടയിൽ ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചില വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മൊസാദിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്, ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും നെതന്യാഹുവിനെതിരെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഗാസയുമായി ബന്ധപ്പെട്ടിട്ട് ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള പ്രിസണേഴ്സിനെ പൂർണ്ണമായിട്ടും മോചിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഹമാസിനെ പൂർണ്ണമായിട്ടും മതിച്ചൊടുക്കാൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഹെസ്ബോളയെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇസ്രായേലിലെ ഏറ്റവും വലിയ ത്രെറ്റുകളിലൊന്നായിട്ടുള്ള ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്ന് ആളുകൾ പറയുന്നു. ഇനി അതുപോലെ മറ്റൊരു പോസിബിലിറ്റി പറയുന്നത്, ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പണ്ടെങ്ങുമില്ലാത്ത പോലെ അമേരിക്കൻ ആർമിയുടെ പ്രസൻസ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ യുദ്ധക്കപ്പലുകൾ, അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയുടെ മിലിറ്ററി ബേസിൻ്റെ പ്രസൻസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ കൃത്യമായിട്ട് അമേരിക്കയുടെ ഒരു സഹായം ഇസ്രായേലിന് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് പോയത് എന്ന് പറയുന്നു. ഇനി മറ്റൊരു പോസിബിലിറ്റി ആയിട്ട് ഇവിടെ പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഹമാസ്, ഹെസ്ബുള്ള, ഹൂതികൾ ഇവരെയൊന്നും പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചില്ല എങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവരുമായിട്ടുണ്ടായിട്ടുള്ള ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവരുടെയൊക്കെ ഒരു ശക്തി ക്ഷയിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ ഇറാൻ്റെ ഈ പ്രോക്സി ഫോഴ്സുകളുടെയൊക്കെ ശക്തി ക്ഷയിച്ചിരിക്കുന്ന ഒരു സമയം ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിനുള്ള ഒരു നല്ല സമയമാണ്, നല്ല അവസരമാണ് എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പല പോസിബിലിറ്റികൾ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടുത്തെ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഈ തരത്തിൽ പ്രശ്നങ്ങൾ മുന്നോട്ട് പോയാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാവി എന്തായിത്തീരും?
അപ്പോൾ ഇവിടെ പല പോസിബിലിറ്റികൾ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ നേരത്തെ തന്നെ വലിയ മുന്നറിയിപ്പുകളൊക്കെ നടത്തിയിട്ടാണ് അവരുടെ ആക്രമണം നടക്കുന്നത്. മാത്രമല്ല ഈ ഒരു ആക്രമണം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഒരു റിട്ടാലിയേഷൻ ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനെതിരെ ഉണ്ടാകുന്നു. ഉടനെ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് റിട്ടാലിയേഷൻ ഉണ്ടാകുന്നു. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, വീണ്ടും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഈ പ്രശ്നത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് കുറച്ച് കാലം കൂടെ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല ഈ ആക്രമണങ്ങളുടെ രീതിയും മാറിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഇറാൻ്റെ മിലിറ്ററി ലീഡേഴ്സ് അതുപോലെ തന്നെ അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇവരെയൊക്കെ ആക്രമിക്കുമ്പോൾ പണ്ട് കാലത്ത് ഇസ്രായേൽ വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഇവരെ ആക്രമിച്ചിരുന്നതെന്ന് നമുക്ക് കാണാം. പക്ഷേ ഇപ്പോഴിതാ ഓപ്പണായിട്ടൊരു മിലിറ്ററി ഓപ്പറേഷൻ്റെ ഭാഗമായി ഇവരെ ആക്രമിക്കുന്നു. അതായത് ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെന്നൊക്കെ പറയുന്നത് സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഓപ്പണായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അതുപോലെയുള്ളൊരു തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പോസിബിലിറ്റി ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ആക്രമണങ്ങളുടെ ഭാഗമായി ഇറാൻ്റെ ശക്തിക്ക് ചെറിയ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്, അവർ വീക്കനായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട പ്രധാനപ്പെട്ട മിലിറ്ററി ലീഡേഴ്സിനെയാണ് ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ശക്തിയുടെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന പ്രോക്സി ഫോഴ്സുകളുടെയും ശക്തി ക്ഷയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ആളുകൾ പറയുന്നു. മാത്രമല്ല അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾക്കെതിരെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ബാക്കി നിൽക്കുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയർ വെപ്പണിലേക്കൊക്കെ എത്തി ഒരു മാരകമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യതയുണ്ട് എന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നു. ഇനി ഇവിടെ തന്നെ പറയുന്ന മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇറാൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ സഹായം ഇറാൻ ഉണ്ടായേക്കാം. റഷ്യ, ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ സഹായം അവർക്കുണ്ടായേക്കാം. അങ്ങനെ ഇറാനെ അവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇസ്രായേലിനുണ്ടാവുകയും ഈ യുദ്ധം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വലിയ രീതിയിലേക്ക് വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇനിയിവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാൻ പൂർണ്ണമായിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക് പോകുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില പ്രവർത്തികളിലേക്ക് പോയേക്കാമെന്നാണ്. ഇപ്പം തന്നെ വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ടാണ് ഹോർമൂസ് കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. പേർഷ്യൻ ഗൾഫിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ജലപാതയിലൂടെയാണ് ലോകത്തെ ഓയിൽ ട്രേഡിൻ്റെ 1/3 സംഭവിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 17 മുതൽ 20 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് അതിലെ ഒരു ദിവസം മാത്രം കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് പൂർണ്ണമായിട്ടുള്ളൊരു ബ്ലോക്കേഡ് ഏർപ്പെടുത്തുമെന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ചില അവകാശവാദങ്ങൾ ഇറാനിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു. അത് ലോകത്തിൻ്റെ വ്യാപാരത്തെ അതുപോലെ തന്നെ ആഗോള സാമ്പത്തിക മേഖലയെ അതുപോലെ എണ്ണ വിലയൊക്കെ സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിലും ഇറാൻ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. ഇനി ഇവിടെ അവസാനത്തെ പോസിബിലിറ്റി ആയിട്ട് മുന്നോട്ട് വെക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമെന്നാണ്. അതായത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടതുപോലെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു, ഇറാൻ്റെ ഭാഗത്തു നിന്നും ഒരു റിട്ടാലിയേഷൻ ഉണ്ടാകുന്നു, 1-2 റൗണ്ടുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പര്യവസാനിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശിക്കാം. സോ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ പ്രശ്നത്തിൻ്റെ ഭാഗം അതെന്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കാം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.